ചാണ്ടി ഉമ്മൻ തകർക്കുകയാണ്. മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട എല്ലാ പുകിലുകളും രാത്രിയും പകലുമില്ലാതെ തെരുവിൽ അരങ്ങേറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉന്നം വെച്ച് ഒരു ചീട്ടെറിയുന്നത്. ഓർമ്മയുണ്ടോ 13 വർഷങ്ങൾക്ക് മുൻപ് എന്റെ അപ്പനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞ ആ കല്ല്? കേരളത്തിന്റെ 13ാം മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയുടെ കാറിന്റെ ചില്ലും പൊളിച്ച് പാഞ്ഞ ആ കല്ല് മുഖ്യമന്ത്രിയുടെ നെറ്റിയിലും നെഞ്ചിലും കൊള്ളുന്നു, ചോരയൊലിക്കുന്നു. അന്ന് ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായപ്പോൾ നെഞ്ചിന് ഇത്രയും തൊലിക്കട്ടി ഉണ്ടോ എന്നാണ് അന്നത്തെ CPM സെക്രട്ടറി പിണറായി വിജയൻ ചോദിച്ചതെന്ന് ചാണ്ടി ഉമ്മൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇത്തരത്തിൽ ഒരു കൂസലുമില്ലാതെ പറയുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് പക്ഷേ നേരെ തിരിഞ്ഞു. വിചിത്രമായ സംഭവം, കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമൊക്കെയായി ചിത്രീകരിച്ചുകൊണ്ടാണ് മുഖ്യൻ ഫോണിൽ വീണയെ വിളിക്കുന്നതും ആശുപത്രിയിൽ ചെന്ന് കാണുന്നതുമൊക്കെ. കിട്ടിയ അവസരം മുതലെടുത്ത് എരുതിയിൽ എണ്ണയൊഴിച്ച് ആളിക്കത്തിക്കലാണ് പിണറായിയുടെ ഉദ്ദേശം. ഇവിടെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് അന്ന് തന്റെ അപ്പൻ ആദ്യം നോക്കിയത് പ്രതിപക്ഷത്തിന്റെ സുരക്ഷയാണ് എന്ന്. ഒരു പ്രതിഷേധം നടത്താൻ പോലും ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ല. അതായിരുന്നു അന്നത്തെ കേരള മുഖ്യമന്ത്രി എന്ന് പിണറായിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെയും മറ്റൊരു കാര്യം കൂടി ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഇന്നും ഇക്കൂട്ടർക്ക് ഉമ്മൻചാണ്ടിയെ ഭയമാണ്. അതുകൊണ്ടാണ് സകല ഫ്ലക്സ് ബോർഡുകളും അവർ വലിച്ചു കീറുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം കൂടിയായപ്പോൾ അവർക്ക് ലൈസൻസ് കിട്ടിയതുപോലെയായി കാര്യങ്ങൾ. എന്തായാലും 13 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം ഓർമ്മിപ്പിച്ച് പിണറായിയെ ഉന്നം വെക്കുന്ന ചാണ്ടി ഉമ്മന്റെ പ്രതികരണം ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ഫേസ്ബുക്ക് ലൈവ് കുറെ നാളുകൾക്ക് ശേഷം. അത് പക്ഷേ നിങ്ങൾക്കറിയാം സാഹചര്യം എന്താണെന്നുള്ളത്. ഇന്നലെ നമ്മുടെ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നാടകം, തീർച്ചയായിട്ടും നാടകം തന്നെ പറയേണ്ടി വരും. ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല മന്ത്രിയെ ആക്രമിക്കുന്നത്. മന്ത്രിയുടെ അടുത്ത് പോലും പോകുന്ന ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല. പോലീസുകാർ ചേർന്ന് ഈ കുട്ടികളെ തടഞ്ഞുകയാണ്. എന്നിട്ടും എന്തോ വലിയൊരു വിപത്ത് സംഭവിച്ചു എന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കൃത്യം 13 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഒക്ടോബർ 27 എന്നുള്ള ദിവസമാണ്. അന്ന് കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലേക്ക് ചെന്ന എന്റെ പിതാവിനെ പിതാവിന്റെ വണ്ടിയുടെ നേരെ ലാത്തി ഉൾപ്പെടെ വലിച്ചെറിയുകയും കല്ലെറിയുകയും അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ച ആ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. ആ കല്ലെറിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് തൊലിക്കട്ടി ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. കല്ല് ചെന്ന് വീഴുന്ന ദൃശ്യമുണ്ട്, ഗ്ലാസ് തകരുന്ന ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് അത് കൊള്ളുന്നത് കാണുന്നുണ്ട്. നെഞ്ചിന് ഇത്രയും തൊലിക്കട്ടി ഉണ്ടോ എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. ഇല്ലേ? കേരളം മറക്കാത്ത കാഴ്ചയാണ്. ഒരു ഹർത്താലിന് പോലും, ഒരു സമരത്തിന് പോലും അദ്ദേഹം അന്ന് അനുവദിച്ചില്ല. ആദ്യം അദ്ദേഹം അന്വേഷിച്ചത് പ്രതിപക്ഷ നേതാക്കന്മാരുടെ സുരക്ഷയാണെങ്കിൽ ഇന്ന് ആദ്യം ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, കോൺഗ്രസിന്റെ ഫ്ലെക്സുകൾ, പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ തകർക്കുക, എടുത്തു കളയുക എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ പക്ഷേ ഇത് നേരത്തെ തുടങ്ങിയായിരുന്നു. പ്രിയപ്പെട്ട VD സതീശൻ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഫ്ലെക്സ് എടുത്തു തുടങ്ങി. അപ്പൊ കാരണമൊന്നുമില്ല. ഇന്നലെ കാരണം കിട്ടിയോടെ സകല ഫ്ലെക്സും എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അതിന് പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ട് ഇടതുപക്ഷത്തിനുള്ള കാര്യം നമുക്കായി.